രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വേനൽക്കാലത്തും നിറയെ പൂക്കളുണ്ടാകുന്ന കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സിനെ കുറിച്ച് പരിചയപ്പെടാം കേട്ടോ. ഞാൻ ഇന്ന് ഈ കാണിച്ചിട്ടുള്ളത് ഗാർഡേനിയം അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന് 2 കളർ പൂക്കളാണ് ഇതിലുണ്ടാവുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മഞ്ഞ പൂക്കളാണ് വിരിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതിനൊരു സ്വർണ്ണ വർണ്ണമാകും. വളരെ ഭംഗിയുള്ള മനോഹരമായൊരു കുറ്റിച്ചെടിയാണിത്. ഇത് സ്നോ റോസ് എന്ന് പറയുന്നൊരു ചെടിയാട്ടോ. ഇതൊരു കുറ്റിച്ചെടി തന്നെയാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. പിന്നെ പൂക്കളില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇലകൾ വെരിഗേറ്റഡ് ആണ്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. ഇതും ഒരു നമ്മുടെ മുറ്റത്തിനൊരു അലങ്കാരം തന്നെയാണ്. നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ എല്ലാം പ്ലാന്റ് സൈസ് ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. അടുത്തത് ടെക്കോമ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതൊരു വൈൻ പ്ലാന്റാണ്. ബോവർ വൈൻ എന്ന് പറയും. വെള്ള ടെക്കോമ ബോവർ വൈൻ എന്നും ഈ ചെടിക്ക് പറയാറുണ്ട്. വള്ളിയാണ്. ഇല കാണാതെ നിറയെ കുലകുലയായിട്ട് പൂക്കൾ വിരിയും. ഈ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ചെടിയാണ്. അടുത്തത് തീ പോലെ ജ്വലിക്കുന്ന സൗന്ദര്യമുള്ള മെക്സിക്കൻ ഫ്ലെയിം എന്ന ഒരു വള്ളിച്ചെടിയാണ്. ഇത് വള്ളിച്ചെടികളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ. കുലകുലയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഈ ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീ തന്നെയാണ് ഓർമ്മ വരിക. അതേപോലെ തീയിൻ്റെ അതേ കളറിലുള്ള പൂക്കളാണ്. വളരെ മനോഹരമാണ് കേട്ടോ ഈ ചെടിയും. ഇത് നാരങ്ങ ഇനത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ വെള്ളയും മഞ്ഞയും കളറിൽ സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടിയുടെ പ്രത്യേകത ഈ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കായ്കളും വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. പച്ച കളറിലും പിന്നീട് മഞ്ഞ കളറിലും കാണുന്ന കായ്കൾ ഇതേപോലെ കുലകുലയായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതും ഒരു ടെക്കോമ വള്ളിയാണ്. ടെക്കോമ വിഭാഗത്തിൽപ്പെട്ടുള്ള വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഇത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ അതിമനോഹരമാണ്. വെള്ളയും പച്ചയും കലർന്നിട്ടുള്ള ഇലകളാണ്. അതുപോലെ കുലകുലയായിട്ട് പൂക്കൾ വിരിയും. ഇല കാണാതെ പൂക്കൾ വിരിയുന്ന ഒരു തരം വള്ളിച്ചെടിയാണ് ടെക്കോമ വെരിഗേറ്റഡ്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ബ്ലൂ ഡേയ്സ് എന്ന ഒരു കുഞ്ഞു കുറ്റിച്ചെടിയാണ് കേട്ടോ. ഇതിൽ നിറയെ പൂക്കളുണ്ടാകും. നീല കളറിൽ പൂക്കളുണ്ടാകുന്ന പച്ച ഇലകൾക്കിടയിൽ നീല പൂക്കളുണ്ടായിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഈ ഒരു കോമ്പോയിലൊരു ഭാഗം തന്നെയാണ്. അടുത്തത് പിങ്ക് പെട്രിയ അല്ലെങ്കിൽ കോഞ്ചിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതും ഒരു വള്ളിച്ചെടിയാണ്. ഈ കുഞ്ഞു പൂക്കളാണ്. കുഞ്ഞു ഇതളുകളുള്ള ഈ പൂക്കൾ ഇല കാണാത്ത വിധത്തിൽ കുലകുലയായിട്ട് വിരിയുന്ന ഒരിനം വള്ളിച്ചെടി തന്നെയാണ് ഇതും. അടുത്തത് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ഓട്ടുമുല്ല എന്ന് പറയുന്നൊരു ചെടിയാണ്. പണ്ടുകാലം തൊട്ടേ ഉണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും മതിലിലും വേലിയിലും വീടിൻ്റെ മുകളിലും ഒക്കെ ഈ ചെടിയാണ് കേട്ടോ. പൂത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന ഈ തീ പോലുള്ള ഈ ചെടികൾ ഇപ്പോൾ സെയിലിനുണ്ട്. ഇതാണ് കാറ്റ്സ് ക്ലോ. ഈ വേനൽക്കാലത്ത് എവിടെ നോക്കിയാലും മഞ്ഞ കളറിൽ സ്വർണം പോലെ വിടർന്ന് വിലസി നിൽക്കുന്ന ഈ ചെടികൾ കാണാം. ഇതും ഈ കോമ്പോയുടെ ഒരു ഭാഗമാണ്. അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന പേരിലും സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൽ 3 കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വിരിയുമ്പോൾ അത് നല്ല വെള്ള പൂക്കളായിരിക്കും. പിന്നീട് ലൈറ്റ് വയലറ്റ് ആകുന്നു. പിന്നീട് കടും വയലറ്റ് ആകുന്നു. ഈ 3 കളറിലും പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ്. അവസാനമായിട്ട് ഗാർലിക് വൈൻ. ഇത് പേര് പോലെ തന്നെ ചെറിയൊരു വെളുത്തുള്ളിയുടെ മണമൊക്കെ ഉള്ള ഒരു ചെടിയാണ്. ഈ ഇല കാണാതെ പൂ വിരിയുന്നൊരു ഇനം തന്നെയാണ് ഈ ചെടിയും. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ വീടിനോട് ചേർന്നോ മുറ്റത്തിനെതിരിലൊക്കെ ഇത് നടുകയാണെങ്കിൽ പാമ്പുകളുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ ചെടിയും ഈ കോമ്പോയിലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികളും ഏതെടുത്താലും 60 രൂപയാണ് ഒരു ചെടിക്ക് വരുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഇതാണ് പ്ലാന്റ് സൈസ്. ഏകദേശം എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് ഇതുപോലെ തന്നെ ഇരിക്കും. ഒരു ചെടിയുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോയുടെ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 6238465869.